ബ്ലീഡിങ് പെർ വജൈന ഇൻ ബിറ്റ്വീൻ മെൻസസ് നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഞാൻ ഡോക്ടർ ലിസമ്മ ജോസഫ്, സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, ലാപ്രോസ്കോപ്പി സർജൻ, കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ്, എറണാകുളം മെഡിക്കൽ സെന്റർ, NH ബൈപ്പാസ്, കൊച്ചി. ഒരു കോമൺ ക്വസ്റ്റ്യനാണ്, നാളെ ഞങ്ങൾക്ക് ഇപ്പം മെൻസസ് കഴിഞ്ഞു, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ മെൻസസ് വരുന്നു. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഏജ് അനുസരിച്ചും കൂടിയാണ്. അതിൻ്റെ ഏജ്, പിന്നെ പ്രഗ്നൻസി, മെനോപോസ്, അങ്ങനെ ഏജ് അനുസരിച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ടീനേജിലാണെങ്കിൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ വരുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറയുമ്പോൾ നമുക്ക് നോക്കാം PCOS വല്ലതും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറയും. പിന്നെ നമ്മൾ സാധാ രീതിയിൽ മെൻസസ് വരുന്നത് ഒരു 28 ഡേ സൈക്കിളാണ്. ഇപ്പോൾ അത് 40 ഡേ സൈക്കിൾ ആയിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ മെൻസസിന് ഇടയ്ക്ക് ഒരു 14th ഡേ, ദാറ്റ് ഈസ് ഓവുലേഷൻ ബ്ലീഡിംഗ് എന്ന് പറയും. ചെറുതായിട്ട് 1-2 തുള്ളി അല്ലെങ്കിൽ ഒരു സ്കാൻഡി ചെറിയൊരു ബ്ലീഡിങ് 2 ദിവസത്തിന് ഇത് ചെറിയൊരു പെയിൻ ആയിട്ട് വരികയാണ്. ദാറ്റ് ഈസ് ഓവുലേറ്ററി ബ്ലീഡിംഗ് എന്ന് പറയും. അപ്പോൾ ആ പാർട്ടും ഫിസിയോളജിക്കലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെയുള്ളൊരു കണ്ടീഷനാണ് നമുക്ക് പത്തോളജിക്കൽ കണ്ടീഷൻസ് എന്ന് പറയും. അതുപോലെ തന്നെ സിസ്റ്റമിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ട്, തൈറോയിഡിന്റെ പ്രോബ്ലം കൊണ്ട്, പിറ്റ്യൂട്ടറിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹോർമോൺ ലെവൽ കൊണ്ട്, അങ്ങനെയെല്ലാം വ്യത്യാസങ്ങൾ വന്നും ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകാം. അപ്പം ഞാൻ അതിന്റെ പത്തോളജിക്കലായിട്ട് യൂട്രസിനെ സംബന്ധിച്ചുള്ള പറയുകയാണെങ്കിൽ നോർമൽ മെൻസിന് ഇടയ്ക്ക് വരാവുന്ന ഒരു ബ്ലീഡിംഗ് ആണ്. ഇത് നമ്മൾ വജീന എന്ന് പറയും, യോനി എന്ന് പറയുന്നത്. ഇവിടെ ഇത് സെർവിക്സ്. ഇവിടെ എന്തെങ്കിലും ഒരു ദശ ഉണ്ടെങ്കിൽ പോളിപ്പ ദശ എന്ന് പറയും, അല്ല യൂട്രസിന്റെ അകത്ത് ഈ എൻഡോമെട്രി, ഉള്ളിലെ ഭിത്തിയാണ് എൻഡോമെട്രി. അവിടെ എന്തെങ്കിലും ഒരു ദശ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അണ്ടാശയത്തിലോ ഇവിടെയൊക്കെ ബെൽവിക് ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വന്നാലും ഇൻ ബിറ്റ്വീന് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകാം. ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്നാണ് അതിന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിന് ശേഷമുള്ള ഒരു ബ്ലീഡിങ്ങിന് നമ്മൾ അതിന്റെ ഒരു സൈനായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെർവിക്കൽ ക്യാൻസറിന്റെ ഒരു സിംറ്റം ആയിട്ട് പറയും. വേറെ ഒന്നുള്ളത് പെരിമെനോപോസ്, മെനോപോസ്. പെരിമെനോപോസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഏജ് എന്ന് പറയുന്ന ഒരു 45-നും അല്ലെങ്കിൽ ഒരു 42 തുടങ്ങി ഒരു 46 വരെയുള്ള. മെനോപോസ് എന്ന് പറയുന്നത് 12 മാസം മെൻസസ് ഇല്ലാണ്ട് ഇരുന്നിട്ട് പിന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക, അതിനാണ് മെനോപോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെരിമെനോപോസൽ ഏജിലും കുറച്ച് ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ട്, ഓവുലേഷന്റെ പ്രോബ്ലം കൊണ്ട് ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകാം. പക്ഷെ ഇത് ഇഗ്നോർ ചെയ്യാൻ പറ്റൂല, കാരണം എന്തുകൊണ്ട് ഇത് വന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഒരെണ്ണമുള്ളതാണ് മെനോപോസ്. ഞാൻ പറഞ്ഞു 12 മാസം മെൻസസ് ഇല്ലാണ്ടിരുന്ന് കഴിയുമ്പോഴാണ് മെനോപോസ് എന്ന് പറയുന്നത്. മെനോപോസ് കഴിഞ്ഞ് എപ്പം ബ്ലീഡിങ് വന്നാലും അങ്ങനെ വരാൻ പാടില്ല, കാരണം എൻഡോമെട്രി യൂട്രസിന്റെ ഉള്ളിലെ ഭിത്തി 5 മില്ലിമീറ്റർ താഴെ ആയിരിക്കണം. അപ്പൊ അത് കട്ടിയാകുമ്പോഴാണ് ബ്ലീഡിങ് വരുന്നത്. അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്. ചിലർക്ക് ഒരു 60 വയസ്സൊക്കെ ആകുമ്പോൾ ഈ സെനൈൽ വാജനൈറ്റിസ് എന്ന് പറയുന്നത് സെനൈലായിട്ട് ഈ എൻഡോമെട്രിയത്തിന് ചേഞ്ചസ് വന്നിട്ട് അട്രോപ്പിക് ആയിട്ട് വന്നിട്ടും ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ്, മെൻസസിന്റെ ഇടയ്ക്ക് ബ്ലീഡിങ് വരികയാണെങ്കിൽ, നോർമലിന് വ്യത്യസ്തമായിട്ട് വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ബ്ലീഡിങ് പ്രൊലോങ്ഡ് ആയിട്ട്, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നു, അതിന്റെ ഒരു പ്രൊലോങ്ഡ് ബ്ലീഡിംഗ് ആണ് അവർക്ക്. എന്നിട്ട് അവർക്ക് അനീമിയ ആയിട്ട് വരും, ഭയങ്കരമായിട്ട് ബ്ലഡ് കുറവായിരിക്കും. അപ്പം നമ്മൾ ഇതിന്റെ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. കാരണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ എന്തെങ്കിലും ദശയോ ഗ്രോത്തോ ക്യാൻസർ, എവിടെ ക്യാൻസർ വന്നാലും ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ് വരാം. അണ്ടാശയത്തില്, യൂട്രസിന്റെ അകത്ത്, പുറത്ത്, അതുപോലെ അണ്ടാശയം, യൂട്രസ്, യോനി, വജീന, വൾവ, എവിടെ വന്നാലും ക്യാൻസർ വന്നാലും ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ആണ്. അതൊരു മെയിൻ കോസ്. പിന്നെ അവിടെ അൾസർ വന്നാൽ, പോളിപ്പ് വന്നാൽ ബ്ലീഡിംഗ് ഉണ്ടാകാം. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യമേതായിട്ട് ഈ പ്രൊലോങ്ഡ് ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്യുക. ബ്ലഡിൽ തന്നെ നമ്മൾ ബ്ലഡ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക. തൈറോയിഡിന് ഒരു പ്രോബ്ലം ആണ്, തൈറോയിഡ് നോക്കുക. ഡയബറ്റീസ് ഉണ്ടോന്ന് ബ്ലഡ് ഷുഗർ നോക്കുക. ലിവറിന് എന്തെങ്കിലും പത്തോളജി ഉണ്ടോ നോക്കുക. കിഡ്നിക്ക് എന്തെങ്കിലും, ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. പിന്നെ നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കുക. അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. അൾട്രാസൗണ്ടിൽ അറിയാൻ പറ്റുന്നതാണ് നമ്മൾ യൂട്രസിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ട്. കോമൺ ആയിട്ട് കാണുന്നതാണ് ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് മുഴകൾ കാണാം, ഇത് കട്ടിയ. പിന്നെ യൂട്രസ് ആസാച്ച് ഇതിന്റെ മസിൽസ് വലുതാകുന്നതിനാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ അകത്തുള്ള ടിഷ്യൂ ഓവറിയിലേക്ക് പോയിട്ട് ഇതിന്റെ പുറത്തേക്ക് വരുന്ന ഈ മെൻസസിന്റെ സമയത്ത് ആ ബ്ലഡ് ഇതിലെ റീകർജിറ്റേറ്റ് ചെയ്ത് വരുന്നതാണ്. ആ പാട് അകത്ത് വരുന്നതാണ് ഓവർക്ക് ചുറ്റും വരും. അതിന് എൻഡോമെട്രിയോസിസ് എന്ന് പറയും. പിന്നെ അഡിനോമയോസിസ്, ഫൈബ്രോയിഡ് യൂട്രസ്, എൻഡോമെട്രിയോസിസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഇറഗുലർ ബ്ലീഡിങ് ഉണ്ടാകാം. ഇതെല്ലാം കണ്ടുപിടിക്കാൻ ആദ്യം ബ്ലഡ് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞ ഹോർമോൺ ഇംബാലൻസ് മാറ്റി, പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് അൾട്രാസൗണ്ട് ചെയ്ത്. അത് ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് കൊണ്ട്, വയറിന്റെ അൾട്രാസൗണ്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഒന്നും മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ തന്നെ പെർ സ്പെക്കിലും ഇട്ട് യോനി കൂടി ഈ സെർവിക്സ് വിഷ്വലൈസ് ചെയ്യണം. അത് അൾട്രാസൗണ്ടിൽ അത് വളരെ പോളിപ്പ് ദശയൊക്കെ, ഫൈബ്രോയിഡ് പോളിപ്പൊക്കെ മിസ് ചെയ്ത് ഇഷ്ടം പോലെ ആൾക്കാർ വരും. കാരണം ആ വജൈനൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പം അൾട്രാസൗണ്ടും കണ്ടുപിടിച്ചു കഴിഞ്ഞ്, കോസ് കണ്ടുപിടിച്ചു കഴിഞ്ഞ്, എൻഡോമെട്രിയോസിന് ഈ ഉള്ളിലെ ഭിത്തിക്ക് കട്ടി ഉണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയും
പറയും, ഒരു പണ്ടൊക്കെ പറയും DNC എന്ന് പറയും. ഇപ്പൊ നമ്മൾ DNC അത് ഹിസ്റ്റോസ്കോപ്പി, ഡയറക്റ്റഡ് DNC, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത് പ്രോബറ്റ് ബയോപ്സി എന്നാണ്. പിപ്പൽ ബയോപ്സി, ജസ്റ്റ് OP പ്രൊസീജിയർ ഇവിടെ നിന്നൊരു ഇതിങ്ങനെ ആസ്പിറേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ്, എന്നിട്ട് അത് ബയോപ്സിക്ക് അയക്കും. അപ്പോൾ ആ കാരണങ്ങൾ കണ്ടുപിടിക്കുക, ഏത് ലെവലിലാണെന്ന് കാരണങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഈസ് വെരി ഈസി. അത് നമ്മുടെ കൺസൾട്ടന്റ് തന്നെ പറയും, ഞാൻ അതിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദറ്റ് ഇസ് വെരി ഈസി. നമ്മളൊരു പ്രോബറ്റ് ബയോപ്സി ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ചെറിയ ഫൈബ്രോയിഡും ചെറിയ എൻഡോമെട്രോസിസും ചെറിയ അഡിനോമൈസോ വലിയ കുഴപ്പമില്ലെങ്കിൽ, നമ്മൾ അനീമിയായും ഇല്ലെങ്കിൽ നമ്മൾ ഒരു മെറീന കോയിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ പറയും. ഒരു 3 മാസം കൂടുമ്പോൾ എൻഡോമെട്രിയോ തിക്നെസ് നോക്കുക, ബയോപ്സി എടുക്കണമെങ്കിൽ എടുക്കുക. പിന്നെ ലാസ്റ്റ് റിസൾട്ടാണ് ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ നമ്മൾ ഗർഭപാത്രം എടുത്ത് കളയുന്ന കാര്യങ്ങളൊക്കെ പറയും. ഇപ്പം അതിൻ്റെ ആവശ്യം ഒത്തിരിയും മെഡിസിൻസ് വന്നിട്ടുണ്ട്. മെഡിക്കൽ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഇറ്റ്സെൽഫ് ക്യാൻ ട്രീറ്റ് ദീസ് കണ്ടീഷൻസ്. താങ്ക് യു.